BBC ഗാസ പോരാളികളുടെ ഒരു പ്രോപ്പഗാൻഡ മെഷീൻ ആയി മാറി എന്ന് കുറച്ച് നാളുകളായിട്ട് പല മീഡിയയിലും ഇതിനെ എക്സ്പോസ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് മെനിഞ്ഞാന്ന് വന്ന ഒരു വാർത്തയാണ്. അതിൽ ഗാസൻ ബേബീസ് വിൽ ഡൈ വിതൗട്ട് എയ്ഡ്, UN ഹ്യൂമാനിറ്റേറിയൻ ചീഫ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ കള്ളത്തരങ്ങൾ BBC എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് അവതരിപ്പിച്ചതെന്ന് നമുക്കൊന്ന് കാണാം. Let me describe what is on those trucks. This is baby food, baby nutrition. There are 14,000 babies that will die in the next 48 hours unless we can reach them. This is not food that Hamas are going to steal. No, we run the risk of looting. We run the risks of being hit as part of the Israeli military offensive. We run all sorts of risks trying to get that baby food through to those mothers who cannot. ശ്രദ്ധിക്കുക, എത്രയാണ്? A UN humanitarian chief has said 14,000 babies in Gaza could die in the next 48 hours. 48 മണിക്കൂറിനുള്ളിൽ 14,000 കുട്ടികൾ മരിക്കും എന്നാണ് പറയുന്നത്. 14,000 കുട്ടികളെ കുഴിച്ചു മൂടാനുള്ള സ്ഥലം അവിടെ ഉണ്ടോ? സ്വാഭാവികമായ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കുത്തി ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ മറുപടികളും കൂടി നമുക്കൊന്ന് നോക്കാം. We are pointing to the imperative of getting supplies in to save an estimated 14,000 babies suffering from severe acute malnutrition in Gaza, as the IPC partnership was warned about. We need to get the supplies in as soon as possible, ideally within the next 48 hours. It highlighted a report from the Integrated Food Security Phase Classification, which stated 14,100 severe cases of acute malnutrition are expected to occur among children aged 6 to 59 months. Not babies. 59 months, they are not really babies, right? Now, that is 4 വയസ്സിന് മുകളിലാണ്. അപ്പം 4 വയസ്സിനുള്ള കുട്ടികളെ ബേബീസ് എന്ന് വിളിക്കുന്നത് ദേ കോൾ ടോഡ്ലേഴ്സ്. അപ്പം ഏജ്ഡ് 6 to 59 months between April 25 and March 26. അതായത് ഒരു വർഷത്തിനുള്ളിൽ 48 മണിക്കൂറൊക്കെ മാറി. 48 മണിക്കൂർ എന്നുള്ളത് ഇപ്പോൾ 1 കൊല്ലമായി. ബേബീസ് 4 വയസ്സായി. അപ്പം ഈ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ 14,000 കുട്ടികൾ 48 മണിക്കൂർ, 14,100 കുട്ടികൾ 48 മണിക്കൂറിനുള്ളിൽ കുഞ്ഞുങ്ങൾ മരിക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ മാറി. ഇനിയിപ്പം കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ഇതെന്തായി തീരും? ഈ വാർത്തയുടെ ഈ 4 വയസ്സെന്നുള്ളത് ചിലപ്പോൾ 10 വയസ്സായിട്ട് മാറിയെന്നിരിക്കും. അപ്പം ബേബീസിന് 10 വയസ്സ് എന്നുള്ളത് വരെ നമ്മൾ നിർവചിക്കണം. ഇപ്പം നിർവചനത്തിൻ്റെ ഡീകൺസ്ട്രക്ഷൻ്റെയും റീഡെഫിനിഷൻ്റെയും എന്ന് വെച്ചാൽ ഒരു കാലഘട്ടമാണല്ലോ ഇത്. അതുകൊണ്ട് ബേബീസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ദേ സെൽഫ് ഐഡൻറ്റിഫൈ ആസ് ബേബീസ് ആയതുകൊണ്ടാണോ എനിക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും ഒരു ബേബിയായിട്ട് നിങ്ങൾ കൂട്ടില്ലേ? താങ്ക് യു.